എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വിഷ്ണു കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ രോഹിത് ഉപേന്ദ്രനാണെങ്കിൽ ഒരു ഗുണ്ട ഏർപ്പാടാക്കുവാണ് രോഹിത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അയാൾ നേരെ രോഹിത്തിനെ കൊല്ലാനായി രോഹിത് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ശാലിനി ഹോസ്പിറ്റലിൽ വരുന്നു. ശാരദയൊക്കെ ഉണ്ട്. അപ്പോൾ ശാരദ പറയുന്നു, നീ പൊക്ക മോളെ, ഞാനിവിടെ ഉണ്ടല്ലോ ആവശ്യത്തിന് എന്ന് പറയുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ വിഷ്ണു പുറകെ ചെല്ലുന്നു. അപ്പോൾ വിഷ്ണു പറയുന്നു, നീ എന്താ ഇങ്ങനെയൊക്കെ? ഞാൻ പോയത് ഇങ്ങനെ ഒരു വീട് കാണാനാണ്. കമലം പറഞ്ഞുകൊണ്ട് വേറൊന്നുമല്ല, നീ മറ്റുള്ളവരുടെ മുമ്പിൽ തലവലിക്കുന്ന കാണാൻ എനിക്കിഷ്ടമല്ല, അത് നിനക്കറിയാലോ എന്ന് പറയുന്നു. അപ്പോൾ ശാലിനി ഒന്നും മിണ്ടത്തില്ല. അങ്ങനെ വണ്ടിയിൽ പോയി ഫ്രണ്ട് സീറ്റിലിരിക്കുകയാണ്. അപ്പോൾ വിഷ്ണുവിന് മനസ്സിലായി പെണക്കമൊക്കെ മാറിയെന്ന്. അങ്ങ് ശാലിനിയും കൊണ്ട് അവർ വീട് കാണാൻ വേണ്ടി പോവുകയാണ്. ഇതേ സമയത്ത് കമലൻ ആ വീട്ടിൽ ചെന്നിട്ട് ആ പെൺകുട്ടിയോടൊക്കെ സംസാരിക്കുക. അപ്പോൾ കമലിന് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് അവളോട്. അപ്പോൾ അവരോട് പറയും ഇങ്ങനെ കലക്ടറും ഭർത്താവും വരുന്നുണ്ടെന്ന് പറയും. അങ്ങനെ വീടൊക്കെ കാണുന്നു. അങ്ങനെ വീടൊക്കെ കണ്ട് ശാലിനി പറയുന്നത് 25,000 രൂപയും 5,000 രൂപ വാടകയോ ഉറപ്പിക്കാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുന്നു. പിന്നീടാണെങ്കിൽ നമ്മുടെ സത്യഭാമയാണെങ്കിൽ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പിള്ള ഓടി വന്നിട്ട് പറയും ശ്യാമയ്ക്ക് ഇങ്ങനെ വെടിയേറ്റെന്ന് പറയും. അപ്പോൾ ഇവർ ഞെട്ട് എന്താ ഈ കേൾക്കുന്നതൊക്കെ. അപ്പം നമ്മുടെ രാഘവൻ നായർ പറയും അത് നമ്മുടെ രോഹിത്തിനെതിരെയുള്ള പണി തന്നെയാണ്, അത് ശ്യാമയ്ക്ക് കൊണ്ടുവന്നേ ഉള്ളെന്ന് പറയും. ആ സമയത്താണ് അവിടെ ഫോൺ അടിക്കുന്നത്. അപ്പോൾ പൊന്നു പറയും നൂറാണ് വിളിക്കുന്നത്. അങ്ങനെ ഫോൺ എടുക്കുക. അപ്പോൾ പറയും ഇങ്ങോട്ട് വരാമോ, എൻ്റെ ബാപ്പയ്ക്ക് തീരെ വയ്യ എന്ന് പറയും. അങ്ങനെ ഇവർ ഓടി ചെല്ലുമ്പോഴത്തേനും സുബൈറുക കണ്ണടയ്ക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് പറയുന്നു എൻ്റെ കണ്ണടയും, പക്ഷേ എൻ്റെ മോളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയും. അപ്പോൾ മോളോട് വെള്ളം തൊട്ട് കൊടുക്കാനൊക്കെ സത്യഭാമ പറയും. അങ്ങനെ സുബൈർ മരിക്കുകയാണ്. അങ്ങനെ സുബൈർ ഈ ലോകത്തോട്. അപ്പോൾ നൂറ് ഒത്തിരി ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയണം. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നൂറിൻ്റെ അവരെ ബന്ധുക്കളൊക്കെ വരുന്നു. അപ്പോൾ സത്യഭാമയോട് പറയുന്നത് നിങ്ങളൊന്നും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാനും എൻ്റെ ബന്ധുക്കളുമാണ്, നിങ്ങൾക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയാം. അങ്ങനെ സത്യഭാമയും കുടുംബത്തെ അവിടെ നാട്ടി ഇറക്കി വിടുകയാണ്. കാരണം അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാകുകയാണ്. എല്ലാം മറ്റേ നസീറിൻ്റെ ബാപ്പയാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. അപ്പം നൂറ് പൊട്ടിക്കരയുകയാണ്. ഒരു ആശ്വാസവാക്ക് പോലും പറയാൻ ആരുമില്ല എന്നുള്ള കാര്യം ഓർത്തിട്ട്. ഇതേ സമയത്താണ് ഹോസ്പിറ്റലിൽ നമ്മുടെ ശ്യാമ ഇങ്ങനെ കണ്ണൊക്കെ തുറക്കുന്നത്. അപ്പോൾ ശ്യാമയെ എല്ലാവരും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ഇനി പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ സമയം രോഹിത്തിനെ ഉന്നം വെച്ച് നമ്മുടെ ഗുണ്ട ഒരു തോക്കുമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ തോക്ക് കൊണ്ട് വെടിവെക്കുകയാണ്. ആ വെടി രോഹിത്തിൻ്റെ ദേഹത്ത് കൊള്ളുകയോ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. ഇതാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.